ഭഗവത് ഭക്തിയോഗത്താൽ പ്രസന്നാശയനിൽ ചെന്നാൽ ഭഗവത് തത്വവിജ്ഞാനം ഉദിപ്പോ സംഗമുക്തിയാൽ. ഭേദിപ്പൂ ഹൃദയഗ്രന്ഥി ഛേദിപ്പൂ സർവശങ്കയും ക്ഷയിപ്പൂ കർമ്മങ്ങൾ ഈശനാത്മാവിൽ ദൃശ്യനാവുകിൽ. അക്കാരണത്താൽ കവികൾ ഭഗവാൻ വാസുദേവനെ മുതാ ഭജിച്ചാത്മശാന്തി നേടിടുന്നു നിരന്തരം. ഈ വിധത്തില് ഭഗവാനെ നിരന്തരം ഭജിക്കുന്നവരുടെ മനസ്സ് പ്രസാദം ഉണ്ടാവും, മനസ്സിൽ പ്രസാദം ഉണ്ടാവും, പ്രസാദിക്കുക മനസ്സ്. അതുകൊണ്ട് അത് നിസ്സാരങ്ങളായിട്ടുള്ള വിഷയസുഖങ്ങളിൽ പ്രവേശിക്കില്ല, സംഘമറ്റിരിക്കുന്ന ഒരവസ്ഥയിൽ വരും. അപ്പോ അങ്ങനെയുള്ള മനസ്സുകൾക്ക് ഭഗവാന്റെ സത്യസ്വരൂപത്തെ കുറിച്ചിട്ടുള്ള അറിവുണ്ടാകും. ഭഗവത് തത്വവിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നും അതിന്റെ ഫലം എന്താണെന്നും വിവരിക്കുകയാണ്. സർവേശ്വരനായ ഭഗവാൻ തന്നെ ആത്മാവായിരിക്കുന്നവൻ എന്നുള്ള പ്രത്യക്ഷമായ അറിവ്, അതിന് അപരോക്ഷാനുഭൂതി എന്ന് പറയും. ഇതാണ് തത്വജ്ഞാനം. ഈ അറിവ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? അപ്പോൾ ഞാൻ എന്ന് തോന്നിക്കുന്ന ഭാവനയാകുന്ന അഹങ്കാരം, അതാണ് ഹൃദയഗ്രന്ഥിയിലുള്ളത്. ഹൃദയഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന അഹങ്കാരമാണ് ഞാൻ എന്ന് തോന്നിക്കുന്നത്. അതില്ലാണ്ടാവും. ദേഹത്തോട് കൂടാതെ അന്യമായ ചൈതന്യമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ചൈതന്യമല്ലേ ഞാൻ, ഈ ദേഹമല്ലല്ലോ, ഇങ്ങനെയൊക്കെയുള്ള ഭാവന ഉണ്ടാവും. ഈ ഭാവന ഉണ്ടാവുമ്പോ മറ്റ് ദോഷരൂപങ്ങളായിട്ടുള്ള സംശയങ്ങളൊക്കെ നശിക്കും. അതുകൊണ്ട് ഫലം കിട്ടാനായിട്ട് ഒരുങ്ങിയിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടല്ലോ, സഞ്ചിത കർമ്മം, അതിന്റെ ഫലം ഒക്കെ നമ്മൾ ചെയ്യണ പുണ്യത്തിന് പുണ്യം കിട്ടും, നന്മ കിട്ടും, പാപത്തിന് പാപം കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണോ കർമ്മങ്ങളൊക്കെ ചെയ്യുക? അത് പ്രതീക്ഷിച്ചിട്ടാണ് പല ആൾക്കാരും കർമ്മം ചെയ്യുക. അതൊക്കെ നശിച്ചു പോകും. പുണ്യമില്ല, പാപമില്ല, പുണ്യത്തിന് പുണ്യമില്ല, പാപത്തിന് പാപമില്ല. കർമ്മം ഭഗവാനിൽ ചേർത്താൽ പിന്നെ അതിന്റെ പാപപുണ്യങ്ങളൊന്നും ബാധിക്കാത്തൊരവസ്ഥ വരും. ഈ അവസ്ഥയാണ് മോക്ഷം എന്ന് പറയാം. ശ്രീഹരിയിൽ ഉണ്ടാകുന്ന ഭക്തി കൊണ്ട് ജ്ഞാനവും മോക്ഷവും സിദ്ധിക്കും എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതറിയാവുന്നത് കൊണ്ട് ദീർഘദർശികളായിട്ടുള്ള വിദ്വാന്മാര് പരമസന്തോഷത്തോടു കൂടി നിത്യവും ഭഗവാനായ വാസുദേവനെ പരമപ്രേമത്തോടെ ഭജിക്കുന്നു. തന്നിൽ തന്നെ ജ്ഞാനസ്വരൂപനായി പ്രകാശിക്കുന്നവനാണ് വാസുദേവൻ. ആ പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? മനസ്സിനെ സ്ഥിരമാക്കുന്നത് തന്നെ ഭക്തി. ആ വാസുദേവനില് മനസ്സിനെ സ്ഥിരമാക്കുന്നതാണ് ഭക്തി. വസിക്കുന്നവൻ ആണ് വാസു, താമസിക്കുന്നവൻ, വസിക്കുന്നവൻ. പ്രകാശിക്കുന്നവനാണ് ദേവൻ, ദിവം പകല്. ദേവൻ പകലാക്കുന്നവൻ, പ്രകാശിക്കുന്നവൻ. അപ്പൊ വാസുദേവൻ എന്ന് പറഞ്ഞാൽ വസിച്ചിട്ട് പ്രകാശിക്കുന്നവൻ. എവിടെ വസിക്കുന്നത്? ഹൃദയത്തിന്റെ ഉള്ളിൽ വസിച്ചിട്ട് സ്വയം ഇങ്ങനെ വെളിച്ചം പകരുന്നവൻ, അവനാണ് വാസുദേവൻ. ഓം നമോ ഭഗവതേ വാസുദേവായ. സത്വാധിക ത്രിഗുണമീ പ്രകൃതി പ്രഭാവം സത്യത്തിൽ മൂന്നിലുമിരിപ്പതു വിഷ്ണു മാത്രം. സൃഷ്ടിസ്ഥിതി പ്രളയഹേതുവിൽ മൂർത്തിഭേദം ശ്രേയസ്കരൻ നരന് സത്വഗുണാബ്ദി മാത്രം. മരത്തിൽ പുക പൊന്തുന്നു, പുകയിൽ പിന്നെ അഗ്നിയും, തമസിന്മീതെ രജസാം സത്വം താൻ ബ്രഹ്മദർശനം. പണ്ടേ ഭജിച്ചു മുനിമാർ അധോക്ഷജനീശനെ, ആ വഴിക്കിവിടെ ശ്രേയസ്സുണ്ടായി തീരുമേവനും. മുമുക്ഷുക്കൾ സുശാന്തന്മാർ ഭൂതപ്രേത ഭയാദികർ അനസൂയർ ഭജിക്കുന്നു നാരായണ സുചേഷ്ടിതം. രജസ്തമ പ്രകൃതികൾ സന്തത്യൈശ്വര്യകാമികൾ
അനുഷ്ഠിക്കാറുള്ളതല്ലോ ഭൂതപ്രേതാദി തർപ്പണം. വാസുദേവ പരം വേദം വാസുദേവ പരം മകം വാസുദേവ പരം യോഗം വാസുദേവ പരം ക്രിയ വാസുദേവ പരം ജ്ഞാനം വാസുദേവ പരം തപം വാസുദേവ പരം ധർമ്മം വാസുദേവ പരം ഗതി. അവനെ നിർമ്മിച്ചതാത്മമായ കൊണ്ടി ജഗത്തിനെ സദസദ്രൂപങ്ങളോടെ ഗുണവാന ഗുണൻ വിഭു. മായാവിലാസം ഉണ്ട് എല്ലാ ഗുണത്തിങ്കലും എന്ന പോൽ ഉൾച്ചേർന്നു വിളയാടുന്നു വിജ്ഞാനത്താൽ വിജൃംഭിതൻ. ഒരേതി പല രൂപത്തിൽ പലേ വിറകിലെന്ന പോൽ വിശ്വാത്മാവാം പുമാൻ വാഴൂ പലതായി ഭൂതരാശിയിൽ. സൂക്ഷ്മേന്ദ്രിയാത്മാക്കളോടെ താൻ തീർത്തവയിലൊക്കെയും നിർവിഷ്ടനായ അവയുടെ ധർമ്മം ചെയ്യിക്കയാണവൻ ലീലാവതാരാനുരതൻ. ലോകഭാവനൻ ഇച്ഛയാൽ ലോകങ്ങൾ നിലനിർത്തുന്നു ദേവതുല്യം നരാദിയിൽ. എന്തിനാണ് ശ്രീഹരിയെ തന്നെ ഭജിക്കുന്നത്? അങ്ങനെ സിദ്ധാന്തിച്ചതിന്റെ കാരണം പറയാണ്. ഏകനായിട്ടുള്ള ഈശ്വരൻ പ്രകൃതി ഗുണങ്ങളായിട്ടുള്ള സത്വം, രജസ്, തമസ് എന്നിവയെ അവലംബിച്ചിട്ട് ഈ ലോകത്തിന്റെ പരിപാലനം, സൃഷ്ടി, സ്ഥിതി, സംഹാരം എന്നീ കൃത്യങ്ങളെ നിർവഹിക്കാനായിട്ട് വിഷ്ണു, ബ്രഹ്മാവ്, ശിവൻ എന്ന് 3 പേരുള്ള മൂർത്തികളെ ധരിക്കുന്നു. അവരിൽ വെച്ചിട്ട് സത്വമൂർത്തിയായിട്ടുള്ള വാസുദേവനിൽ നിന്ന് ഭജിക്കുന്നവർക്കൊക്കെ ശുഭഫലം സിദ്ധിക്കും, നിശ്ചയമാണ്. ഈ നാശരഹിതമായിട്ടുള്ള ഈ മോക്ഷത്തെ, പദത്തെ, പരമപദത്തെ വിഷ്ണു മാത്രമേ നൽകുന്നുള്ളൂ. അതുകൊണ്ട് ശ്രീഹരിയെ ഭജിക്കണം. അതുകൊണ്ട് സാക്ഷാൽ വാസുദേവനെ ഭജിക്കുക തന്നെ വേണം. ഭൂമിയിൽ നിന്ന് മരത്തിന്റെ കൊമ്പ് മുറിച്ച് കഷ്ണാക്കിയിട്ട് മേലും കീഴും ഓരോന്ന് വെച്ച് മഥനം ചെയ്യാം. അതിൽ നിന്ന് തീയുടെ ലക്ഷണമായ പുക വരുന്നു. കുറച്ചു കഴിയുമ്പോൾ തീയും വരുന്നു. തീ കിട്ടിയാല്, തീ സിദ്ധിച്ചാൽ വേദത്തിൽ പറഞ്ഞ വിധം യാഗാദി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിക്കാം. പുക പുറപ്പെട്ടാല് അഗ്നി ഉണ്ടാകും എന്നൊരു ഉറപ്പ് കിട്ടും. അതുകൊണ്ട് യാഗത്തിന് ഒരു ഒരുക്കം കൂട്ടൊക്കെ ചെയ്യാം. വിറക് മാത്രമാവുമ്പോ യാഗത്തിന് പ്രസക്തി ഉണ്ടോ? ഇല്ല. തീയില്ലാതെ യാഗം ചെയ്യാൻ പറ്റില്ല. അതുപോലെ തമോ ഗുണത്തില് ബ്രഹ്മപ്രകാശത്തിന്റെ ഒരു സംശയം കൂടി ഇല്ല. രജസ്സിൽ കുറച്ചുണ്ട്, കർമ്മശ്രദ്ധ ഉള്ളതുകൊണ്ട് ജോലി ചെയ്യുമല്ലോ, കർമ്മങ്ങൾ ചെയ്യുമല്ലോ, അപ്പൊ കുറച്ച് ബ്രഹ്മപ്രകാശമായി. സത്വഗുണാകട്ടെ ബ്രഹ്മത്തെ തികച്ചും പ്രകാശിപ്പിക്കും. അതുകൊണ്ട് ബ്രഹ്മാനന്ദ അനുഭവം സത്വമൂർത്തിയായിട്ടുള്ള വിഷ്ണുവിനെ ഭജിക്കുന്നവർക്കാണ് ഉണ്ടാക്കുക. ആദ്യകാലം മുതൽക്ക് തന്നെ മുനികള് വിശുദ്ധ സത്വ സ്വരൂപനായിട്ടുള്ള ഭഗവാനുമായിട്ടുള്ള ശ്രീഹരിനെ ഭജിച്ചു. ആ പൂർവന്മാരെ അനുസരിച്ചിട്ട് ക്ഷേമം അനുഭവിക്കാൻ യോഗ്യന്മാരായിട്ട് ബാക്കിയുള്ളവര് ഭവിക്കുകയാണ് ചെയ്യുന്നത്. ബ്രഹ്മാവ്, ശിവൻ ഇവരെയും ഓരോരുത്തരും ഭജിക്കുന്നില്ലേ? ഉണ്ടല്ലോ. പക്ഷെ ഓരോ തുച്ഛ ഗുണങ്ങളെ ആഗ്രഹിക്കുന്നവരായിട്ടുള്ള ബുദ്ധിഹീനന്മാരാണ് ഭജിക്കുന്നത്. നാശരഹിതമായ മോക്ഷത്തെ ആഗ്രഹിക്കുന്ന ബുദ്ധിമാന്മാരാകട്ടെ ഘോരന്മാരായ ഭൂതപ്രേതങ്ങളെയും അവയുടെ നാഥനായിട്ടുള്ള ശിവബ്രഹ്മാദികളെയും ഉപേക്ഷിക്കുന്നു. എന്നാൽ ആ ദേവന്മാരെയോ അവരെ ഭജിക്കുന്നവരെയോ നിന്ദിക്കുന്നില്ല. പരമശാന്തി രൂപമായ മോക്ഷത്തെ കൊടുപ്പാൻ അർഹമായ വിഷ്ണുവിനെയും വിഷ്ണുവിന്റെ അവതാരങ്ങളെയും ഭജിക്കുന്നു. ഇതാണ് സൽസമ്പ്രദായം. ഈ വിധം ഭജിക്കുന്നവൻ സത്വഗുണം അധികരിച്ചവനും ആണ്. അങ്ങനെയാണെങ്കിൽ ബ്രഹ്മാദി ദേവന്മാരെ ഭജിക്കുന്നവരില്ലേ? ഉണ്ട്. അവരാരാണ്? രജോ ഗുണവും തമോ ഗുണവും വർദ്ധിച്ചിരിക്കുന്ന സ്വഭാവമുള്ളവര്. രജസ്തമോ മൂർത്തികളായിട്ടുള്ള പിതൃക്കള്, ഭൂതങ്ങള്, ബ്രഹ്മാവ് എന്നിവരോട് സമാന ശീലമുള്ളവരായതുകൊണ്ട് സമ്പത്ത്, ഐശ്വര്യം, സന്താനം എന്നിവയുടെ ലാഭത്തെ ഉദ്ദേശിച്ച്
ഇത്തരം ദേവന്മാരെയൊക്കെ ഭജിക്കുന്നു. വേദങ്ങള്, ശാസ്ത്രങ്ങള്, യോഗങ്ങള്, കർമ്മങ്ങള്, ജ്ഞാനശാസ്ത്രം, തപസ്, ധർമ്മശാസ്ത്രം, പരമഗതി, ഇതൊക്കെ വാസുദേവന്റെ പരമതത്വത്തെ വെളിപ്പെടുത്തുന്നതും വാസുദേവനെ പ്രാപിക്കാൻ ഉപകരിക്കുന്നതുമായിട്ടുള്ള പ്രധാനപ്പെട്ട മാർഗങ്ങളെയും ഉപായങ്ങളെയും ഉപദേശിക്കുന്ന മുഖ്യമായ ഉദ്ദേശത്തോടു കൂടി ഏർപ്പെടുത്തപ്പെട്ടവയാണ്. ലോകത്തെ സൃഷ്ടിച്ച് അതിൽ പ്രവേശിച്ച് അതാതിനെ നിലനിർത്തുവാൻ തക്ക സാമർഥ്യമുള്ള വസ്തുവിലല്ലേ സർവശാസ്ത്രങ്ങളും ചെന്നു ചേരുന്നത്. അങ്ങനെ വാസുദേവ പരത്വം സിദ്ധിക്കുന്നു എന്നുള്ള ശങ്കയെ 4 പദ്യങ്ങൾ കൊണ്ട് പരിഹരിക്കുന്നു. ജഗൽ സൃഷ്ടിയാദി ലീലകൾ നിർവഹിക്കുന്ന പരമതത്വമായിട്ടുള്ള വാസുദേവൻ തന്നെ എന്നാണ് ഈ പദ്യങ്ങളുടെ സാരം. കാര്യകാരണ ഭാവത്തെ അവലംബിക്കുന്ന സ്വഭാവത്തോടു കൂടിയ സത്താദി ഗുണ സാമുദായികാത്മികയായിട്ടുള്ള തന്റെ മായ കൊണ്ട് ഗുണാതീതനും സർവവ്യാപിയുമായിട്ടുള്ള ഭഗവാൻ വാസുദേവൻ ഈ ലോകത്തെ ആദിയിൽ സൃഷ്ടിച്ചു. ജഗത്തിന്റെ കാരണം ഭഗവാൻ വാസുദേവനാണെന്ന് സാധിച്ചു. പിന്നെ ജഗത്തിൽ പ്രവേശിക്കുക, നിലനിർത്തുക എന്ന ലക്ഷണത്തോടു കൂടിയ ലീല. മായയിൽ നിന്നുണ്ടായിരിക്കുന്ന ഗുണങ്ങളുടെ കാര്യങ്ങളായ ആകാശാദി ഭൂതങ്ങളുടെ ഉള്ളിൽ ആ ഭഗവാൻ തന്നെ പ്രവേശിച്ചിട്ട് എന്നെ ആശ്രയിച്ചിട്ടാണ് ഈ ആകാശാദി ഭൂതങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള അഭിമാനമുള്ളവനെ പോലെ പ്രകാശിക്കുന്നു. എന്നാൽ പരമാർത്ഥത്തില് ആ വിധമായിട്ടുള്ള അഭിമാനമോ ഗുണങ്ങളോടുള്ള ബന്ധമോ ഭഗവാൻ ഇല്ല. എന്തുകൊണ്ടാണ്? ചിച്ചക്തി കൊണ്ട് അത്യൂർജിതമായ സ്വരൂപമുള്ള ജ്ഞാനമൂർത്തിക്ക് അഭിമാനത്തിനൊന്നും അവകാശമില്ല. ഇനി പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ഇരിക്കുന്നത്, ബഹുരൂപനായിരിക്കുന്നതും ഭഗവാൻ വാസുദേവനാണ്. ഉപാധികളായിട്ടുള്ള മരകഷ്ണങ്ങൾ പ്രവേശിച്ചിട്ട് ശോഭിക്കുന്ന അഗ്നി കാഷ്ടങ്ങള് അല്ലെങ്കിൽ മരകഷ്ണങ്ങളുടെ എങ്ങനെയാ ഇരിക്കുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ടാണ് പല രൂപത്തില് വരിക. മരകഷ്ണങ്ങൾ കുത്തിയിട്ടായിരിക്കുന്നെങ്കിൽ അഗ്നി ആളും, മരകഷ്ണങ്ങൾ താഴെയാണെങ്കിൽ ചെറുതായിട്ട് കത്തിപ്പിടിക്കും, മരകഷ്ണങ്ങളില് നനവുണ്ടെങ്കിൽ കത്തില്ല, കെട്ടുപോകും. ഇങ്ങനെ എങ്ങനെയാണോ മരകഷ്ണങ്ങള് അതുപോലെ അഗ്നി പടർന്നു കയറുന്നത് പോലെ ഭഗവാൻ എല്ലാറ്റിലും അന്തര്യാമിയായിട്ട് ഇരിക്കുന്നുണ്ട്. എല്ലാ സൃഷ്ടികളിലും ജീവരൂപത്തിൽ വസിക്കുമ്പോ ബഹുരൂപൻ എന്ന പോലെ നാനാത്തുള്ള പോലെ പ്രകാശിക്കുകയാണ്. ഇനി എന്താണ് സുഖവിഷയങ്ങളെ അനുഭവിപ്പിക്കുന്ന ലീല? ഭഗവാൻ ആകാശാദി സൂക്ഷ്മഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങള്, മനസ്സ് ഇവയോടുകൂടെ തന്നാൽ നിർമ്മിക്കപ്പെട്ട 4 വിധ സൃഷ്ടിവർഗങ്ങളെ പ്രവേശിച്ചിട്ട് അതാത് സൃഷ്ടിവർഗങ്ങൾക്ക് അനുരൂപമായിട്ടുള്ള സുഖവിഷയങ്ങളെ അനുഭവിപ്പിക്കുന്നു. അതാത് പ്രാണിവർഗങ്ങളിൽ ജീവരൂപേണ വ്യാപിച്ചിരിക്കുന്നത് ശ്രീഹരിയാകിയാൽ അതാത് ജീവന്മാർ അനുഭവിക്കുന്ന സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നത് ശ്രീഹരി തന്നെ. എന്നാൽ ജ്ഞാനസ്വരൂപനായ ഭഗവാൻ അജ്ഞാനബന്ധം ഇല്ലാത്തവനാകിയാൽ ജീവന്മാർക്ക് സുഖഭോഗങ്ങൾക്ക് കാരണഭൂതനായിരിക്കുന്നു. ലോകങ്ങൾക്ക് സുഖത്തെ വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ ശ്രീഹരി ദേവന്മാർ, മൃഗാദികൾ, മനുഷ്യൻ ഇവരിൽ സ്വന്തം ഇച്ഛയ്ക്കനുസരിച്ച് സ്വരൂപങ്ങളെ ധരിച്ച് അവതരിച്ച് ഓരോ വിധ ലീലകളെ പ്രകാശിപ്പിച്ച് സത്വഗുണം കൊണ്ട് ലോകത്തെ പരിപാലിക്കുന്നു. ഓം തത്സത്. ഹരി ഓം. ഇതി ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ പ്രഥമസ്കന്ധേ നൈമിഷിയോപാഖ്യാനേ ദ്വിതീയോധ്യായഃ.